നമുക്ക് ആദ്യം ഒരു ഈർക്കിലെടുക്കാം. അത്യാവശ്യം നല്ല ബലമുള്ളൊരു ഈർക്കിൽ വേണം എടുക്കാൻ. കിട്ടിയിട്ടുണ്ടേ. ഇനി ബാക്കി കാണാം. നമ്മളെടുത്തിരിക്കുന്ന ഓല ഇനി ഇതിൻ്റെ ഈർക്കിലെല്ലാം ഈർക്കിലല്ലല്ലോ, നമ്മുടെ ഓല എല്ലാം കളഞ്ഞിട്ട് ഈർക്കിൽ മാത്രമാക്കി എടുക്കണം. നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഇവിടെ വീടിൻ്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കി ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ഈർക്കിൽ മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോസിൻ്റെ സ്റ്റഡി ടേബിൾ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഒരു സാധാരണ നൂല്, പിന്നെ മീനെ പിടിക്കാനായിട്ട് ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വിചാരിക്കും ചൂണ്ട കിട്ടുന്നില്ല എന്ന്. ചൂണ്ടയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മാഗസീൻ്റെ എന്താണെന്നറിയാം, ഇവിടെ അടിച്ചിരിക്കുന്ന സ്റ്റാപ്ലർ പിന്ന്. ഇത് നമുക്ക് ഊരിയെടുക്കണം. നമ്മുടെ സെൻറ്റർ പേജ് എടുത്ത് സെൻറ്റർ പേജ് എടുത്ത് നമ്മൾ വലിച്ച് പറിച്ചെടുക്കുക. ഒരു സൈഡ് അകത്തി ഇതാ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് നമുക്കിങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. അടുപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ചൂണ്ടക്കൊളുത്ത് തയ്യാറ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ നൂല് കെട്ടിക്കൊടുക്കണം. നമ്മുടെ കുളത്തിലേക്ക് കോർത്ത് നമുക്കിതിനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ശകലം നീളം, ഇത്തിരി നീളമൊന്നുണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഇടാനാണ്. വലിയ വെള്ളമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ശകലം നൂല് എടുത്ത് കട്ട് ചെയ്യാം. നൂല് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മുടെ ഈർക്കിലങ്ങോട്ടെടുത്ത് അറ്റത്തായിട്ട് കെട്ടിക്കൊടുക്കാം. ഇത്ര നീളം വേണ്ടെന്ന് തോന്നുന്നു. കട്ടിയില്ലാത്തതുകൊണ്ട് നീളം കുറച്ച് കുറയ്ക്കുകയാണേ. ഇനി നമുക്ക് അറ്റത്തായിട്ട് ഈ നൂലിൻ്റെ മറ്റേ അറ്റം കെട്ടിക്കൊടുക്കാം. ഒരു പൂവ് ഇതിനകത്തങ്ങനെ വലിയ മീനടിച്ചാൽ പണി വാളും. നൂലും പൊട്ടും, ചൂണ്ടയും പൂവും കമ്പ് ഒടിയും, എല്ലാം ഒടിയും. പക്ഷെ നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ അതെല്ലാം, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല ഇത് പോയാലും. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ തീറ്റി കോർത്ത് കൊടുക്കാൻ പോണത്. തീറ്റിക്കായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറാണ്. ചോറ് അപ്പോൾ ഒരു പീസ് ഒരു ചോറെടുത്ത് നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം. ഇതാ ഇനി നമുക്കിത് ഇട്ട് നോക്കാം. ഈ പൂവിൻ്റെ പേര് പറയുന്നത് ശംഖുപുഷ്പമാണ്. നിങ്ങളുടെ അവിടെ പറയുന്നത് എന്തൊക്കെയാണ് കമൻറ്റിൽ പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഈർക്കിൽ ചൂണ്ട. കാണാമോ? ഇനി നമുക്കിടാം. ഇവിടെയാണ് നമ്മൾ ചൂണ്ട ഇടാൻ ഉദ്ദേശിക്കുന്നത്. കിട്ടുമോ നോക്കാം, നമുക്ക് ഇതിലിട്ട് നോക്കാം. ഇപ്പോൾ കുഞ്ഞ് ചെമ്പല്ലി ഇഷ്ടംപോലുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഊഫ്, സബാഷ്. ആദ്യം തന്നെ നൂലഴിഞ്ഞു പോയി. പക്ഷേ അത് വെട്ടിക്കൊണ്ട് വലിച്ചുകൊണ്ട് പോയി. താണ്ട് പോണു. അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിപ്പോയല്ല, ഊരിപ്പോയി. അപ്പം നമ്മൾ വേണ്ട ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് നോക്കാം. ഇട്ട് നോക്കുകയാണ്, കിട്ടുമെന്ന് നോക്കാം.
പെട്ടെന്നാണ് വിട്ടൊക്കെ. ചോറ് പോയി ഒന്നുകൂടെ ഇട്ട് നോക്കാം. ഇട്ട് നോക്കുവാണേ. ഇട്ട് നോക്കാം. കൊത്തിയതാ, പക്ഷെ ഊരിപ്പോയി. നമ്മൾ വീണ്ടും ഇട്ട് നോക്കുവാണേ. വെട്ടുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല. നോക്കാമെന്നാൽ നമ്മളങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്തിട്ട് നോക്കുകയാണ്. അതേ കിട്ടി വയറ്റ് കിട്ടിയിരിക്കുന്ന നോക്ക്. എൻ്റെ പൊന്നോ, ഇതെന്തോ ആണ്. വരാനാണോ നമ്മുടെ കുളത്ത് ചുണ്ടയിൽ കാണാമോ? അതെ, തിരിച്ചിടാ. പാവം, നമുക്കെന്നെ തിരിച്ചു വിട്ടേക്കാം. ഇപ്പം വലുതാണ്ടവന്. ഇതെന്ത് വട്ടാനാന്ന് തോന്നുന്നു. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. പാവം, നിനക്ക് ചോറേ കണ്ടുള്ളൂ തിന്നെ. കൊളുത്ത് കയറിയിരിക്കുന്നുണ്ട്. കിട്ടിയ സാധനം ഇതിനെ വിട്ടേക്കാം. പാവം. അടുത്ത നമ്മുടെ ലക്ഷ്യം ചെമ്പല്ലി കുഞ്ഞ്. അങ്ങനെ അവനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. വെള്ളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല, പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ശ്രമം തുടരുകയാണ്. അങ്ങനെ ഒടുവിൽ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഈർക്കിരിച്ചുകൊണ്ടയിൽ കിട്ടിയതാണേ. പക്ഷേ ഇവൻ അത്ര ചെറുതൊന്നുമില്ല, അത്ര വലുതാ ഈ കുഞ്ഞ് ഈർക്കല് കൊണ്ട്.